കട്ടികൂടിയ ഇരുട്ടിന് ശേഷവും വെളിച്ചം വരും. നിങ്ങളുടെ ജീവന് ഇതിലും വലിയൊരു നാളെ കാത്തു വെക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷ കൈവെടിയരുത്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ആത്മഹത്യ എന്ന തീരുമാനം എന്നേക്കുമാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ ജീവിതത്തിന് ഒരവസരം കൂടി നൽകുക. ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആത്മഹത്യാ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ്. പ്രതിശ്രുത വധുവും വരനും ആത്മഹത്യ ചെയ്ത സംഭവം. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അമലും കാസർഗോഡ് കാട്ടാമ്പള്ളി സ്വദേശിയായ അനുശ്രീയും തമ്മിലുള്ള വിവാഹം വരാനിരിക്കുന്ന ഡിസംബർ 26 വരാനിരിക്കെ SBI ജീവനക്കാരായ ഇവർ രണ്ടുപേരും അവരവരുടേതായ താമസ സ്ഥലത്ത് ആത്മഹത്യ ചെയ്ത അതിദാരുണമായ ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 26 വയസ്സ് മാത്രമുള്ള രണ്ട് ചെറുപ്പക്കാർ അവരുടെ പ്രതീക്ഷകൾ പോയപ്പോൾ അവരുടെ കുടുംബത്തിൻ്റേത് കൂടിയായിട്ടുള്ള പ്രതീക്ഷകളുമാണ് അവിടെ അസ്തമിച്ചത്. അനുശ്രീ ആത്മഹത്യ ചെയ്ത ഹുൻസൂർ എന്ന സ്ഥലത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത അനുശ്രീയുടെ ഫോണിൻ്റെ ചാറ്റ് വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചു വരികയാണ്. ഇനി ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ആർക്കുമില്ല. അവർക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങൾ. എന്തു പറ്റി നമ്മുടെ ഈ കുട്ടികൾക്ക്? എന്തു പറ്റി നമ്മുടെ ഈ സഹോദരങ്ങൾക്ക്? മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി വെച്ച വേദനകളുടെ ഭാരം താങ്ങാനാകാതെ പ്രകാശപൂർണമായ ഭാവി മുന്നിലുണ്ടായിരുന്ന എത്രയോ ചെറുപ്പക്കാരാണ് ഓരോ ദിവസവും നമ്മെ വിട്ടുപിരിയുന്നത്. 6 മാസം എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് യുവജീവിതങ്ങളാണ് സ്വയം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഈ ഒരു വാർത്ത ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചു പിളർക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് വെറും ഒരു സ്ഥിതിവിവര കണക്കല്ല. തകർന്നടിഞ്ഞ 100 കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്. നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച വേദനകളുടെ ആകെ തുകയാണ് ഈ ആത്മഹത്യകൾ ഓരോന്നും. ഇന്നത്തെ ലോകത്ത് എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യർ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുകയാണ്. പ്രതീക്ഷകളുടെ അമിതഭാരം കൊണ്ട് പഠനം, ജോലി, ഭാവി, സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ, പ്രണയ നൈരാശ്യം എന്നിവയുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പലരും ഉള്ളിൽ നീറുകയാണ്. സ്വന്തം സങ്കടങ്ങളും ആശങ്കകളും മനസ്സ് തുറന്നു പറയാൻ ഒരിടമോ അത് ക്ഷമയോടെ കേട്ടിരിക്കാൻ ഒരു വ്യക്തിയോ ഇല്ലാതെ പോകുന്നതാണ് പലരെയും നിരാശയിലേക്ക് തള്ളിയിടുന്നത്. പുറമേ കാണുന്ന സന്തോഷമുള്ള മുഖങ്ങൾക്കപ്പുറം വലിയൊരു മാനസിക പോരാട്ടം ഓരോരുത്തരും ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന വാക്കിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന സഹായത്തിനായുള്ള നിലവിളികൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലേ? ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം മറ്റൊരാളുടെ വികാരങ്ങളെ വില കുറച്ച് കാണാതെ അവരെ ചേർത്തു പിടിക്കുക എന്നത് തന്നെയാണ്. വലിയ സഹായങ്ങളെക്കാൾ പ്രധാനം ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന ഉറപ്പും ചേർത്തു പിടിക്കലും തന്നെയാണ്. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഒട്ടും തെറ്റല്ലെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. കുറ്റപ്പെടുത്തലുകളോ ഉപദേശങ്ങളോ ഇല്ലാതെ അവരുടെ സങ്കടങ്ങൾക്ക് കാതോർക്കുക തന്നെ വേണം. ചുറ്റുമുള്ളവരോട് അല്പസ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളുടെ കടമയാണ്. ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുന്നത് മരിക്കാൻ അവൻ ഒരിക്കലും ആഗ്രഹമുള്ളതുകൊണ്ടല്ല, മറിച്ച് അവൻ അനുഭവിക്കുന്ന ആ മാനസിക വേദന അവസാനിപ്പിക്കാൻ വേറെ വഴി ഒന്നും തന്നെ അവൻ്റെ മുന്നിലില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് അവൻ ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുക്കുന്നത്. ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനും വിലയിരുത്തുന്നതിനും പകരം അവരുടെ മനസ്സ് തുറന്ന് കേൾക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാം നമുക്ക്. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നിനക്ക് എന്തും എന്നോട് പറയാം എന്ന് ഉറപ്പു നൽകുന്ന ഒരു വാക്കു മതിയാകും തകർന്നു പോയ ഒരു മനസ്സിന് വീണ്ടും ജീവിക്കാൻ. നമ്മുടെ യൗവനം സങ്കടങ്ങൾ സഹിക്കാനാവാതെ ഇരുട്ടിലേക്ക് മറഞ്ഞു പോകാനുള്ളതല്ല. ഒരുമിച്ച് നിൽക്കുവാൻ സ്നേഹവും കരുതലുമുണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും എന്ന് അവരെ മനസ്സിലാക്കിക്കണം. പതറിപ്പോകുന്ന കൈകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പരസ്പരം കാവലാളാകാം. ഇനി നമ്മളുടെ ഒരു സഹോദരങ്ങളും ഒരു കൂട്ടുകാരും ഒരു കൂടപ്പിറപ്പുകളും അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആളില്ലാതെ ആത്മഹത്യ എന്ന ആ ഒരു നീച സംഭവം തിരഞ്ഞെടുക്കാൻ
ഇടയാകരുത്. നാളത്തെ വെളിച്ചം കാണാൻ നമ്മളോടൊപ്പം നമ്മുടെ കൂടെ അവരുണ്ടാകുക തന്നെ വേണം. അതിനായിട്ട് ഇന്ന് നമ്മൾക്ക് ചേർത്ത് പിടിക്കാൻ തുടങ്ങാം.